ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റബ്ബിനെ കാണാൻ പോയ ദിവസം ഈ മാസമാണല്ലോ. മിഹ്റാജ് അള്ളാഹു ഏഴാനാകാശത്തേക്ക് ഉയർത്തിയ ഈ മാസത്തിലാണല്ലോ നമുക്ക് വേണ്ടി നമസ്കാരം നൽകിയതും ഈ മാസമാണല്ലോ. പ്രത്യേകിച്ച് ഈ മാസം നബിക്ക് ഒരുപാട് വേർപാടിൻ്റെ കണ്ണീരിൻ്റെ ദിനമായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല അങ്ങ് വിളിപ്പിക്കുന്നത്. ഇവിടുന്ന് വളരെ ദുഃഖിതനായിരുന്ന് ഖദീജ ബീബി ലോകത്തോട് വിട പറയുകയും അബ്ദുൽ മുത്തലിബ് അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തപ്പോൾ നബിക്ക് ആരോരുമില്ലാതെ മറുവശത്ത് ശത്രുക്കൾ മാത്രമായിരുന്നു ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഹൃദയത്തിന് ആശ്വാസം പകരുവാൻ വേണ്ടി ഏഴാനാകാശത്തേക്ക് അല്ലാഹു ഉയർത്തുകയാണ്. അതിനു മുന്നോടിയായി മസ്ജിദുൽ അഖ്സയിൽ അവിടുത്തെ സഹോദരങ്ങളെ കാണുവാൻ വേണ്ടി, അംബിയാ മുർസലുകളെ സന്ദർശിക്കുവാനും വേണ്ടി നേരെ മസ്ജിദുൽ അഖ്സയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിൻ്റെ വഹിയുമായി വരുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അതാ നബിയുടെ ചാരത്തേക്ക് വരികയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ കയറുകയാണ്. അതാ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഉയരുകയാണ്. കണ്ണടയ്ക്കുന്നതിന് മുന്നേ എത്രയോ ദൂരത്തിൽ ചലിക്കുന്ന ആ വാഹനം അതാ കടക്കുകയാണ് മസ്ജിദുൽ അഖ്സയിൽ. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവിടെ സലാം പറയുകയാണ്. പറഞ്ഞുകൊണ്ട് ബുറാഖിനെ അവിടെ കെട്ടിയെടുത്തുകൊണ്ട് 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ശുക്രിന് നമസ്കരിക്കുമ്പോൾ എല്ലാ അമ്പിയാക്കളും നാം ഒന്ന് ചിന്തിക്കണം, മരിച്ചവർ അല്ലാഹു അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ലോകത്തിൻ്റെ സയ്യിദായ വുജൂദ് താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലായി അണിനിരക്കുകയാണ്. അവിടുന്ന് സയ്യിദാണ്, റഹ്മത്തൽ ലിൽ ആലമീനും അഷ്റഫുൽ ഖൽക്കുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതം അള്ളാഹുവിൻ്റെ ഹബീബുമാണ്. അപ്പോൾ അവിടെ ആദരിക്കപ്പെടുകയാണ്. ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രവും ഉറങ്ങുന്ന ഭൂമിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പുതുക്കപ്പെടുകയും എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ മുഅ്മിനുകളുടെയും ആദ്യത്തെ കിബിലയാണല്ലോ മസ്ജിദുൽ അഖ്സ. അള്ളാഹു വളരെ ആദരിക്കപ്പെട്ട ആ പുണ്യഗേഹം, പുണ്യസ്ഥലം ഓരോ മുഅ്മിനിൻ്റെയും ആനന്ദമാണ്. ഈ ഇസ്രായിൻ്റെ വേളയിൽ നമ്മൾ ഓർക്കാനുള്ളത് മരിച്ചവരോട് ആദരവും ബഹുമാനവും കാണിക്കണമെന്ന് അള്ളാഹുവോടെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നമസ്കാരത്തിന് വേണ്ടി എന്നോ മരിച്ചുപോയ, കാലങ്ങളായി മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്താണ് അവിടെ ചോദിക്കുന്നത്. നാം എന്ന് ചോദിക്കും, ഇവിടെ ഒരു ഔലിയാക്കിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഷിർക്ക് കിർക്ക് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത്. ഇത് മൂസാ നബി അലൈഹിസ്സലാം ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചോദിക്കുകയാണ്. 9 വഖത്ത് നമസ്കാരം അത് ചുരുക്കിത്തന്നത് മൂസാ നബിയുടെ ഒറ്റ വാക്കാലാണ്. അപ്പോൾ നാം ചിന്തിക്കുക, മഹത്തുക്കളുടെ വാക്കിന് പ്രാധാന്യമുണ്ട്.